Good morning, students. Today we are going to study class 8 biology, the remaining part of our chapter 7, conservation of plants and animals. നമ്മൾ ചാപ്റ്റർ 7 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, നമ്മളതിനകത്ത് ഡീഫോറസ്റ്റേഷൻ എന്താണെന്ന് പഠിച്ചു. പിന്നെ കോൺസിക്വൻസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. എന്താണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ? ഡീഫോറസ്റ്റേഷൻ മീൻസ് ക്ലിയറിംഗ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് യൂസിങ് ദാറ്റ് ലാൻഡ് ഫോർ അതർ പർപ്പസസ്. അല്ലേ? നമ്മൾ ഫോറസ്റ്റ് നശിപ്പിച്ച് ആ ലാൻഡ് മറ്റുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതിനാണ് ഡീഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ വനനശീകരണം എന്ന് പറയുന്നത്. അതിൻ്റെ കോൺസിക്വൻസസ്, എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ടാകും, ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. ഫോറസ്റ്റും വൈൽഡ് ലൈഫും നമുക്ക് എങ്ങനെ കൺസർവ് ചെയ്യാം അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Can you see this? Conservation of forest and wildlife. Can you see the box? Biosphere is that part of the earth in which living organism exist or which supports life. Biological diversity or biodiversity refers to the variety of organisms existing on the earth, their interrelationship and their relationship with the environment. Okay, അതായത് ബയോസ്ഫിയർ ഈസ് ദ പാർട്ട് ഓഫ് ദ എർത്ത്. നമ്മുടെ എർത്തിൻ്റെ ഒരു പാർട്ടാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. അവിടെയാണ് ലിവിങ് ഓർഗാനിസം എക്സിസ്റ്റ് ഓർ വിച്ച് സപ്പോർട്ട് ലൈഫ്. ലിവിങ് ഓർഗാനിസത്തിന് അതിൻ്റെ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഘടകങ്ങളും ഉള്ള ഏരിയ ആണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം. എന്താണ് ബയോഡൈവേഴ്സിറ്റി ഓർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? ദ വെറൈറ്റി ഓഫ് ഓർഗാനിസം എക്സിസ്റ്റിംഗ് ഓൺ ദ എർത്ത്, their interrelationship and their relationship with the environment. അതായത് ഒരുപാട് വെറൈറ്റി ഓർഗാനിസംസ് ഉണ്ട് അല്ലേ? ആ ഓർഗാനിസംസ് നമ്മുടെ ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ അവ തമ്മിലുള്ള ഈ ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇൻ്റർ റിലേഷൻഷിപ്പും പിന്നെ അവയുടെ എൻവയോൺമെൻറ്റുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പ് കൂടെ ചേർന്നതാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബയോസ്ഫിയർ റിസർവിന് എക്സാമ്പിളാണ് പാഞ്ച് മാർഹി ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടു പ്രൊട്ടക്റ്റ് അവർ ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞാൽ സസ്യമൃഗാദികൾ ആൻഡ് ദെയർ ഹാബിറ്റാറ്റ്സ്, അവയുടെ പരിസ്ഥിതി. ദ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആർ കോൾഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്സ് ആൻഡ് ബയോസ്ഫിയർ റിസർവ് ഹാവ് ബീൻ ഇയർമാർക്ഡ്. പ്ലാന്റേഷൻ, കൾട്ടിവേഷൻ, ഗ്രാസിംഗ്, ഫെല്ലിംഗ് ട്രീസ്, ഹണ്ടിങ് ആൻഡ് പോച്ചിങ് ആർ പ്രോഹിബിറ്റഡ് ദെയർ. അതായത് നമ്മുടെ സസ്യമൃഗാദികളെ സംരക്ഷിക്കുന്ന പ്രൊട്ടക്റ്റഡ് ഏരിയാസാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസും നാഷണൽ പാർക്കും ബയോസ്ഫിയർ റിസർവും. ഓക്കെ, അവിടെ പ്ലാന്റേഷനും കൾട്ടിവേഷനും ഗ്രാസിങ്ങും അതുപോലെ ഹണ്ടിങ് ഇതെല്ലാം നിരോധിച്ചിരിക്കുന്ന ഏരിയാസാണ് ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറീസും നാഷണൽ പാർക്കും ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എന്താണെന്ന് നോക്കി. ഏരിയാസ് വെയർ ആനിമൽസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം എനി ഡിസ്റ്റർബൻസ് ടു ദം ആൻഡ് ദെയർ ഹാബിറ്റാറ്റ്. അതായത് ആനിമൽസിനെ ഒന്നും ഒരു ശല്യവും കൂടാതെ അവയുടെ പരിസ്ഥിതിയിൽ അല്ലെങ്കിൽ അവയുടെ ചുറ്റുപാടിൽ സംരക്ഷിക്കുന്നതിനാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് എന്ന് പറയുന്നത്. ആ ഏരിയാസിന് പറയുന്ന പേരാണ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്.
are the areas where animals are protected from any disturbance to them and their habitat. Okay. Next, national park. നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയാസ് റിസർവ്ഡ് ഫോർ വൈൽഡ് ലൈഫ് വെയർ ദേ ക്യാൻ ഫ്രീലി യൂസ് ദ ഹാബിറ്റാറ്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ഏരിയാസ് റിസർവ്ഡ് ഫോർ വൈൽഡ് ലൈഫ് വെയർ ദേ ക്യാൻ ഫ്രീലി യൂസ് ദ ഹാബിറ്റാറ്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസും അവിടുത്തെ ഹാബിറ്റാറ്റ് പരിസ്ഥിതിയൊക്കെ ആനിമൽസിന് യൂസ് ചെയ്യാം. ഓക്കെ. റിസർവ്ഡ് ഫോർ വൈൽഡ് ലൈഫ് വെയർ ദേ ക്യാൻ ഫ്രീലി യൂസ് ദ ഹാബിറ്റാറ്റ്. നമ്മൾ നാഷണൽ പാർക്കിൽ ചെന്നാൽ അറിയാം ആനിമൽസിനെയൊക്കെ ആ ഒരു ഏരിയയിൽ അവയുടെ അതേ ഹാബിറ്റാറ്റ്, അവ ഫോറസ്റ്റിൽ എങ്ങനെയാണോ അതേ ആ ഒരു ഹാബിറ്റാറ്റ്, ആ ഒരു പരിസ്ഥിതി അവിടെ നിലനിർത്തുകയാണ്. അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസും ഒക്കെ അതുപോലെ നിലനിർത്തിക്കൊണ്ടുള്ള സ്ഥലങ്ങളാണ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ബയോസ്ഫിയർ റിസർവ്. ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാർജ് ഏരിയാസ് ഓഫ് പ്രൊട്ടക്റ്റഡ് ലാൻഡ് ഫോർ കൺസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ്, പ്ലാന്റ് ആൻഡ് ആനിമൽ റിസോഴ്സസ് ആൻഡ് ട്രഡീഷണൽ ലൈഫ് ഓഫ് ദ ട്രൈബൽസ് ലിവിങ് ഇൻ ദ ഏരിയ. ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലാർജ് ഏരിയാസ്, ഒരു ലാർജ് ഏരിയയാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ. പ്രൊട്ടക്റ്റഡ് ലാൻഡ് ഫോർ കൺസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ്, പ്ലാന്റ് ആൻഡ് ആനിമൽ റിസോഴ്സസ്. അതായത് ഒരു ലാർജ് ഏരിയയിലെ പ്ലാന്റ്സിനെ, ആനിമൽസിനെ, അതുപോലെ തന്നെ വൈൽഡ് ലൈഫും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ആൻഡ് ട്രഡീഷണൽ ലൈഫ് ഓഫ് ട്രൈബൽസ്, അവിടെയുള്ള ട്രൈബൽസിൻ്റെ കൂടെ ഉൾക്കൊള്ളുന്ന ഏരിയാസിനാണ് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഓക്കെ. there is a activity for you. Find out the number of national parks and wildlife sanctuaries and biosphere reserves. Okay. in your district. അതായത് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഒക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരികയാണ്. അതായത് നമ്മുടെ കേരളത്തിലുള്ള നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും നിങ്ങൾ തന്നെ എത്ര വൈൽഡ് ലൈഫ് സാങ്ച്വറീസും നാഷണൽ പാർക്സും കേരളത്തിലുണ്ടെന്ന് ഒന്ന് നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നെക്സ്റ്റ്, ബയോസ്ഫിയർ റിസർവ്. ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കാം. ബയോസ്ഫിയർ റിസർവ്സ് ആർ ദ ഏരിയാസ് മെൻറ്റ് ഫോർ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. അതായത് ഒരു ഏരിയയിലെ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം, അതുപോലെ തന്നെ കൺസർവ് ചെയ്യുന്നതിനാണ് നമ്മൾ ബയോസ്ഫിയർ റിസർവ്സ് എന്ന് പറയുന്നത്. ആസ് യു ആർ അവെയർ that biodiversity is the variety of plants, animals and microorganisms generally found in an area. The biosphere reserves help to maintain the biodiversity and culture of that area. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സും ആനിമൽസും മൈക്രോ ഓർഗാനിസം എല്ലാം ഉൾപ്പെടുന്നതാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. Biosphere reserve help to maintain the biodiversity and culture of that area. ബയോസ്ഫിയർ റിസർവ്സ് ആ ഏരിയയിലെ ബയോഡൈവേഴ്സിറ്റിയും അതുപോലത്തെ അവിടുത്തെ കൾച്ചറും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ. ദ പാഞ്ച്മാർഹി ബയോസ്ഫിയർ റിസർവ് കൺസിസ്റ്റ് ഓഫ് one national park named Satpura and 2 wildlife sanctuaries named Bhori and Panchmarhi. ബയോസ്ഫിയർ റിസർവായ പാഞ്ച്മാർഹിയിൽ ഒരു നാഷണൽ പാർക്കുണ്ട്, അതിൻ്റെ പേരാണ് സത്പുര. അതുപോലെ 2 വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഉണ്ട്, അതിൻ്റെ പേരാണ് ബോറി ആൻഡ് പാഞ്ച്മാർഹി. ഓക്കെ. നെക്സ്റ്റ്, ഫ്ലോറ ആൻഡ് ഫോണ. ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സസ്യങ്ങളും മൃഗങ്ങളെ എല്ലാം പറയുന്ന പേരാണ് ഫ്ലോറ ആൻഡ് ഫോണ. ഓക്കെ. So the plants and animals found in particular area are termed as
ഫ്ലോറ ആൻഡ് ഫോണ റെസ്പെക്റ്റീവ്ലി ഓഫ് ദാറ്റ് ഏരിയ. അതായത് ഒരു ഏരിയയിലുള്ള, ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള പ്ലാന്റ്സിനെയും ആനിമൽസിനെയും പറയുന്ന പേരാണ് ഫ്ലോറ ആൻഡ് ഫോണ. സസ്യമൃഗാദികളാണ് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞാൽ. ഫ്ലോറ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളും ഫോണ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളും ആണ്. ഓക്കെ, ദർ ഇസ് എ പിക്ചർ. ക്യാൻ യു സീ ദ പിക്ചർ? ഓക്കെ, സാൽ, തേക്ക്, മാംഗോ, ജാമുൻ, silver ferns, Arjun are the flora, and Chingara, blue bull, barking deer, cheetah, leopard, wild dog, wolf, etc. are the examples of fauna of Panchmarhi Biosphere Reserve. Panchmarhi Biosphere Reserve ഫ്ലോറയും ഫോണയ്ക്കുള്ള എക്സാമ്പിളാണ് സാൽ, തേക്ക്, ജാമുൻ, സിൽവർ ഫേൺസ്, അർജുൻ. ഇതെല്ലാം ഫ്ലോറയാണ്. ഫ്ലോറ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളാണ്. ചിങ്കാര, ബ്ലൂ ബുൾ, ബാർക്കിംഗ് ഡീർ, ചീറ്റ, ലിയോപാർഡ്, വൈൽഡ് ഡോഗ്, വൂൾഫ് ഇതെല്ലാം ഫോണയ്ക്ക് എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള എൻഡമിക് സ്പീഷ്യസിനെ കുറിച്ചാണ്. വാട്ട് യു മീൻ ബൈ എൻഡമിക് സ്പീഷ്യസ്? Endemic species are those species of plants and animals which are found exclusively in a particular area. They are not naturally found anywhere else. Okay, a particular type of animal or plant may be endemic to a zone, a state or a country. അതായത് എൻഡമിക് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയിൽ കാണപ്പെടുന്ന എന്താണ്, ഒരു പ്രാദേശികമായിട്ട് കാണപ്പെടുന്ന പ്ലാന്റ്സും ആനിമൽസിൻ്റെ എല്ലാം കൂട്ടത്തിനെയാണ് നമ്മൾ എൻഡമിക് സ്പീഷ്യസ് എന്ന് പറയുന്നത്. എക്സ്ക്ലൂസീവായിട്ട് ഒരു ഏരിയയിൽ കാണപ്പെടുന്ന പ്ലാന്റ്സും ആനിമൽസും ആണ് എൻഡമിക് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ. എൻഡമിക് സ്പീഷ്യസ് ആർ ദോസ് സ്പീഷ്യസ് of plants and animals which are found exclusively in a particular area. Okay. So this much for today. Today we have discussed about the conservation of forest and wildlife. Forest and wildlife എങ്ങനെ കൺസർവ് ചെയ്യാം, കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. അതിൽ നമ്മൾ പഠിച്ചാണ് ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതിനെക്കുറിച്ച് പഠിച്ചത് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിലാണ്. നെക്സ്റ്റ് നമ്മൾ ബയോസ്ഫിയർ റിസർവ്, പാഞ്ച്മാർഹി ബയോസ്ഫിയർ റിസർവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് ഫ്ലോറ ആൻഡ് ഫോണ. ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറഞ്ഞാൽ സസ്യമൃഗാദികൾ, ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള പ്ലാന്റ്സിനെ ആനിമൽസിനെയാണ് ഫ്ലോറ ആൻഡ് ഫോണ എന്ന് പറയുന്നത്. ഓക്കെ, സോ യു സ്റ്റഡി വെൽ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.